അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ചിക്കൻ മുളകിട്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. 1 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഈ ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ എടുത്താലും മതി കേട്ടോ. ഈ ഓയിലൊന്ന് ചൂടായി തുടങ്ങിയ ഇതിലേക്ക് ഇനി സവാള ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള 3 സവാള എടുത്തിട്ടുണ്ട്. ഈ സവാള പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാനിത് നല്ല കട്ടി ഉറച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനി പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു തുടം വെളുത്തുള്ളിയും മീഡിയം സൈസുള്ള ഒരു ഇഞ്ചി കഷ്ണമാണ് എടുത്തുള്ളത് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് അതിൻ്റെ മണമൊക്കെ ഒന്ന് മാറി തുടങ്ങിയതിലേക്ക് ഇനി മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാനിപ്പോൾ എടുത്തുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടി എടുക്കുമ്പോൾ നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി എടുക്കാം കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നതിന് മുന്നായിട്ട് തീ ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. ഇനി മസാലപ്പൊടികളൊക്കെ ഈ ഓയിൽ കിടന്ന് നന്നായി ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഇപ്പോൾ മസാലപ്പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ മസാലയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ അപ്പം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഉപ്പ് ഇതിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ ഈ മസാലയിലിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ചിക്കനിൽ നിന്ന് കുറച്ചൊക്കെ വെള്ളം ഇറങ്ങി വരും. പിന്നെ നമ്മളിത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തിട്ട് വെള്ളം കുറവാണെങ്കിൽ അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നന്നായി ഒന്ന് തിളച്ച് വന്നാൽ ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 20-25 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുത്. വെള്ളം കുറവാണെങ്കിൽ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ വെന്ത് കറിയൊക്കെ നല്ല പാകമായി വന്നിട്ടുണ്ട്. കറി നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത ശേഷം ഒരു 2 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച ശേഷം നമുക്കിത് എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ കറി എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.